പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ. മമതാ ബാനർജി മനസ്സിൽ കണ്ടത് ഗവർണർ മാനത്ത് കണ്ടു എന്ന് പറയുന്നത് പോലെയാണ് ബംഗാളിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സ്വന്തം തടി കാക്കാനുള്ള നീക്കങ്ങൾ മമത ശക്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ നിർണായക പ്രഖ്യാപനം വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസങ്ങൾക്കകം പശ്ചിമ ബംഗാൾ നിയമസഭ ഔദ്യോഗികമായി പിരിച്ചുവിട്ടിരിക്കുകയാണ്. പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും രാഷ്ട്രീയ കരുനീക്കങ്ങളും നടക്കുന്നതിനിടയിലാണ് ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഈ നിർണായക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വസതിയിൽ അടിയന്തരമായി എത്തിച്ചേർന്നതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സമാന്തരമായി ബംഗാളിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംഘർഷങ്ങൾ ബുധനാഴ്ച രാത്രിയോടെ കൂടുതൽ രൂക്ഷമായി. BJP നേതാവ് സുവേന്ദു അധികാരിയുടെ PAയും അടുത്ത അനുയായിയുമായിട്ടുള്ള ചന്ദ്രനാഥ് റാവു നോർത്ത് 24 പർഗനാസിൽ വെടിയേറ്റ് മരിച്ചു. ഇതൊരു ടാർഗറ്റഡ് അസാസിനേഷൻ, ലക്ഷ്യമിട്ടിട്ടുള്ള കൊലപാതകമാണെന്നാണ് BJPയുടെ ആരോപണം. മുൻ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ കൂടിയായ അദ്ദേഹത്തിന്റെ മൃതദേഹം ദേശീയ പതാക പതിപ്പിച്ച് ജന്മനാടായിട്ടുള്ള കുലുപ്പിൽ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത്. ഭവാനിപൂരിൽ മമതാ ബാനർജിയെ താൻ പരാജയപ്പെടുത്തിയതിനുള്ള വിരോധമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് സുവേന്ദു അധികാരി തുറന്നടിച്ചു. ചന്ദ്രനാഥിന്റെ ശരീരത്തിൽ 4 വെടിയുണ്ടകളേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായെന്നും ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ബൈക്കിൽ പിന്നാലെ എത്തിയ കൊലപാതകർ 12 റൗണ്ട് വെടിയുണ്ടകളാണ് അദ്ദേഹത്തിന് നേരെ ഉതിർത്തത്. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്നു വരുന്ന ഈ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രൈം സീനിൽ പരിശോധന നടത്തിയ ബരാസത്ത് പോലീസ് ജില്ലയിലെ SDPO വിദ്യാസാഗർ അജിങ്ക്യ ആനന്ദ് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ സംഭവത്തിൽ പ്രതികരിച്ച മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പേരിൽ ഇത്തരം അക്രമങ്ങൾ കാണിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും രാഷ്ട്രീയത്തിൽ അക്രമത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്നും വ്യക്തമാക്കി. ചുരുക്കത്തിൽ ബംഗാൾ രാഷ്ട്രീയം കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വശത്ത് ചോര ചിന്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും പ്രതികാര കൊലപാതകങ്ങളും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളുമൊക്കെ, മറുവശത്ത് നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നിർണായക അഡ്മിനിസ്ട്രേറ്റീവ് നീക്കവും ഗവർണറിന്റെ. ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ തുടക്കത്തിൽ തന്നെ ദുർബലപ്പെടുത്തിയ ഈ ഒരു സാഹചര്യം വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്നത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്.